ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നോക്ക് ദ റെസിപ്പീസ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സൂപ്പർ ഹെൽത്തി ആയ ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. കേഡ് കീൻവ. ഞാൻ കേഡ് റൈസിൻ്റെ വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. പക്ഷേ ബസ്മതി റൈസ് വെച്ച് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ടേസ്റ്റ് വൈസും ഹെൽത്ത് വൈസും 100% ബെറ്റർ ആണ് കീൻവ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ കേഡ് കീൻവ. പിന്നെ ഒരു കാര്യം സ്പെഷ്യലായി പറയാനുള്ളത്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസിന് ലൈക്ക് കൂടുതൽ കിട്ടുമ്പോൾ എനിക്കത് എൻ്റെ വ്യൂവേഴ്സ് തരുന്ന എൻകറേജ്മെൻറ്റും ഒപ്പം വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനും നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക് ഹെൽപ്പ് ചെയ്യും. എന്നാൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. എൻ്റെ കയ്യിൽ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് എണ്ണത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പകുതി അനാർ ഇതുപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കീൻവ 1 കപ്പ് കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കീൻവ കുക്ക് ചെയ്യുന്നത് ഇതിനു മുന്നും വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. കീൻവ എടുക്കുന്ന അതേ അളവിൽ തന്നെ വെള്ളവും എടുത്ത് കുക്കറിൽ ഒരു വിസിൽ വരുത്തിയാണ് വേവിച്ചെടുക്കാറ്. അപ്പോൾ കീൻവ നല്ല പെർഫെക്റ്റ് വേവായി കിട്ടാറുണ്ട്. പിന്നെ 1 കപ്പ് യോഗട്ട്. ഞാനിവിടെ ഫുൾ ഫാറ്റ് യോഗട്ടാണ് യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ലോസ് ജേണി ഫോളോ ചെയ്യുന്നവർക്ക് ലോ ഫാറ്റ് യോഗട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. യോഗട്ട് ആദ്യം 1 കപ്പ് എടുത്തു വെക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആവശ്യമാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ താളിക്കാനായി 1 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ ഉറുദുദാൽ. ഞാനിവിടെ ഉറുദുദാലിൻ്റെ സ്പ്ലിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് നല്ലെണ്ണ അല്ലെങ്കിൽ സെസ്മി ഓയിൽ, പിന്നെ ഉപ്പ് എന്നിവയാണ് ഇൻഗ്രീഡിയൻസ് ആയി എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചിയും പച്ചമുളകും നല്ല ഫൈനായി അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് കീൻവയും തൈരും ഇഞ്ചിയും പച്ചമുളകും ക്യാരറ്റും അനാറും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തപ്പോൾ തൈര് കുറവായതുകൊണ്ട് 1/4 കപ്പ് തൈരും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് താളിക്കാനായി ഒരു തട്ക പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നാൽ ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയാൽ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു ബ്രൗൺ നിറമാകുന്നവരെ മൂപ്പിച്ചെടുത്താൽ ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മുടെ കീൻവ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള കേഡ് കീൻവ റെഡി. കടുകും ഉഴുന്നുപരിപ്പും താളിച്ചു കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഈ താളിച്ചു കൊടുക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. താളിക്കാതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ താളിക്കുമ്പോൾ ആ എണ്ണയുടെയും മൂപ്പിച്ച ഉഴുന്നുപരിപ്പിന്റെയും സ്മെല്ലും ടേസ്റ്റും കൂടിയാകുമ്പോൾ നമ്മുടെ കേഡ് കീൻവ ഒരു വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാകും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സൂപ്പർ ഹെൽത്തി കേഡ് കീൻവ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ എടുത്തു വെച്ചിരുന്ന അനാറ് ഞാൻ ഇതിന് മുകളിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേഡ് കീൻവ. ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. കീൻവയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഇതിനു മുന്നും ഞാൻ കീൻവ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ കീൻവയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെൽത്തി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാനും ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.